ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 17-18 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആശ്വാസകരമായ ഒരു ദൂതാണ് അപ്പോസ്തലനായ യോഹന്നാൻ ഇപ്പോൾ പത്മോസ് ദ്വീപിൽ ലഭിക്കുന്നത്. പത്മോസിൽ നാട് കടത്തപ്പെട്ട് ഏകാഗിയായി വേദനാഭരിതമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു തേജോമയനായി അപ്പോസ്തലനെ വെളിപ്പെട്ടു. അപ്പോസ്തലൻ്റെ വലങ്കരത്തിൽ പിടിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഭയപ്പെടേണ്ട. ആശ്വാസകരമായൊരു വാക്ക്. എക്കാലത്തും യേശു ക്രിസ്തു വന്നാൽ നമ്മുടെ ഭയം മാറും. എക്കാലത്തും യേശു ക്രിസ്തു നമ്മോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഭയം മാറും. യേശുക്ക് സംസാരിക്കുമ്പോൾ ഭയപ്പെടേണ്ട എന്നാണ് കർത്താവ് പറയുന്നത്. എന്നും അങ്ങനെയാണ്. മനുഷ്യ സമൂഹം ഇന്ന് പലതരത്തിലുള്ള ഭയവിഹ്വലതയിലാണ്. മനുഷ്യ സമൂഹം ഇന്ന് പലതരത്തിൽ അശാന്തിയിലാണ്. മനുഷ്യ സമൂഹം ഇന്ന് പലതരത്തിൽ ദുഃഖതപ്തമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭീതിയും ആശങ്കയും ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. നാളെയെക്കുറിച്ചുള്ളതായ ആശങ്കകൾ, ഉത്കണ്ഠാകുലമായ ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. അനേകം പ്രശ്നങ്ങൾ നമ്മെ വലയം ചെയ്യുന്നു. പ്രശ്നങ്ങൾ നമ്മെ തുറച്ചു നോക്കുന്നു. ഒരു ചുവട് മുന്നോട്ട് വയ്ക്കാൻ വയ്യാത്ത വിധത്തിൽ നമ്മുടെ ജീവിതം വഴിമുട്ടി നിന്നു പോകുന്നു. നമ്മൾ പലരും അങ്ങനെയാണ്. ഭയമാണ് നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. പുറമേ ഭയമില്ലെന്ന് നാം ഭാവിച്ചാൽ തന്നെയും നമ്മുടെ ഉള്ളിൽ പല കാര്യങ്ങളിലുള്ളതായ ആശങ്കകളുണ്ട്, പലതരത്തിലുള്ളതായ ഭീതികളുണ്ട്. ജീവിതത്തിലെ ഭയപ്പാടുകളിൽ നിന്ന് മോചനം കിട്ടുവാനാണ് നാം പലപ്പോഴും തിരുവചനം വായിക്കുന്നത്, തിരുവചനം കേൾക്കുന്നത്. വചനം വായിക്കുകയും വചനം കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഭയപ്പാട് മാറുന്നുമുണ്ട്. കാരണം വചനം ക്രിസ്തുവാണ്. ക്രിസ്തുവിൻ്റെ ശബ്ദം നാം ഉൾക്കൊള്ളുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ ഭാരം മാറും. ക്രിസ്തുവിൻ്റെ ശബ്ദം നാം നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഭയം മാറും, നമ്മുടെ ഭീതി മാറും, നമ്മുടെ ആശങ്കകൾ മാറും, നമ്മുടെ ആവലാതികൾ മാറും. കാരണം വചനം ദൈവമാകുന്നു. വചനമാകുന്ന ദൈവം നമ്മുടെ ഹൃദയത്തേക്ക് പ്രവേശിക്കുകയാണ്. വചനം വായിക്കുമ്പോൾ നമുക്കൊരാശ്വാസം കിട്ടുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം വിഷമിച്ചു പോകുന്ന സന്ദർഭങ്ങളിൽ, പ്രശ്നങ്ങളിൽപ്പെട്ട് വലഞ്ഞു പോകുന്ന സമയങ്ങളിൽ, പ്രതിസന്ധികളുടെ മുമ്പിൽ തളർന്നു പോകുന്ന സമയങ്ങളിൽ നാം വചനം വായിക്കുന്നത്. ചില വാക്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ അസ്ത്രം പോലെ കയറുകയും ഹൃദയത്തിൽ അത് ആശ്വാസം അരുളുകയും ചെയ്യുന്നു. നമ്മുടെ ഹൃദയത്തിൽ തഴുകുന്നു. നമ്മുടെ മനസ്സിന് ആശ്വാസം ലഭിക്കുന്നു. വചനം വായിച്ച് നമുക്ക് ധൈര്യം പ്രാപിക്കാം. വചനം കേട്ട് നമുക്ക് ധൈര്യം പ്രാപിക്കാം. ഭയപ്പെടേണ്ട. ഭയം മാറ്റുന്നു. തിരുവചനത്തിൽ 366 പ്രാവശ്യം ഭയപ്പെടേണ്ട എന്ന വാക്കുണ്ടെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. 366 പ്രാവശ്യം. എന്തായിരിക്കും 366ൻ്റെ പ്രസക്തി? 365 ദിവസമാണ് ഒരാണ്ടിനുള്ളത്. എന്നാൽ 4 വർഷം കൂടുമ്പോൾ 366 ദിവസമുണ്ട്. അതുകൊണ്ട് ഓരോ ദിവസവും ദൈവത്തിന് നമ്മോട് പറയാനുള്ള സന്ദേശം ഭയപ്പെടേണ്ട എന്നാണ്. ഭയപ്പെടേണ്ട. ഇപ്പോൾ നിങ്ങൾ ഉള്ളു തുറന്നിരുന്നാൽ നിങ്ങളുടെ ഭാരങ്ങളും ഭയങ്ങളും എല്ലാം കർത്താവെ മാറ്റി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ അത്ഭുതം നടക്കും. ഹൃദയത്തിൻ്റെ ഭാരം മാറും, ഭയപ്പാട് മാറും. ഭയം, ഏതെല്ലാം തരത്തിലുള്ള ഭയം വരുന്നത്? ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ ഭയം, ഒറ്റയ്ക്ക് ഒരു മുറിയിൽ കിടക്കാൻ ഭയം, ഒറ്റയ്ക്ക് രാത്രിയിൽ പുറത്തിറങ്ങാൻ ഭയം, അല്ല പകലും പുറത്തിറങ്ങാൻ ഭയം. ഭയം ഒരു ബാധയാണ്. ഭയം, ബാധ, അതൊരു പൈശാചിക ബാധ തന്നെയാണ്. എന്തിനോ വേണ്ടിയുള്ളതായൊരു ഭയപ്പാട്, എന്തോ വേണ്ടിയുള്ള ഭയപ്പാട്, എന്തോ ചില ആകുലങ്ങൾ. ഇന്നതാണെന്ന് പറയാൻ കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കുന്നുമില്ല. എന്തോ ഒരു ആധി,
സാധാരണ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ആന്തൽ, എന്തോ ഉള്ളിൽ നിന്നൊരു ആന്തൽ, എന്തോ ഒരു ഭീതി, ഇന്നതാണെന്ന് പ്രത്യേകിച്ച് പറയാനൊട്ടില്ല താനും. ആകെ ഒരു ഭയം. ഓരോ ദിവസവും തള്ളി തള്ളി നീക്കുന്നു. അങ്ങനെ പല മനുഷ്യരും അങ്ങനെയാണ്. ഓരോ ദിവസങ്ങൾ വെളുത്തും കറുത്തും അങ്ങനെ മുന്നോട്ട് പോകുന്നു, പകലും രാവും. എന്നാൽ ഈ ഭയചകിതമായ ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് എഴുന്നള്ളി വന്ന് ഭയം മാറ്റി ആശ്വാസമുള്ള ക്രിസ്തുവിനെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഇന്നും കർത്താവ് നമ്മൾ പറയുന്നു, മകനെ നീ ഭയപ്പെടേണ്ട, നാളെക്കുറിച്ച് നീ ആകുലപ്പെടേണ്ട, നീ നിരാശപ്പെടേണ്ട, നീ തളരണ്ട, നീ കരയണ്ട, നിനക്ക് സമാധാനം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാം, കർത്താവ് സംസാരിക്കുമ്പോഴൊക്കെയും 3 വാക്കുകൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. 1 ഭയപ്പെടേണ്ട, 2 കരയേണ്ട, 3 നിങ്ങൾക്ക് സമാധാനം. ഭയപ്പെടേണ്ട, കരയേണ്ട, നിങ്ങൾക്ക് സമാധാനം. മനുഷ്യനുള്ള ഏറ്റവും ആശ്വാസകരമായ ദൂതാണത്. ഏത് മനുഷ്യനും ഭയപ്പെടേണ്ട, കരയേണ്ട, നിങ്ങൾക്ക് സമാധാനം. ഇവിടെ ഏകാഗിയായിരിക്കുന്ന യോഹന്നാൻ ശ്ലീഹായ്ക്ക് യേശുക്രിസ്തുവിൻ്റെ ശബ്ദം ലഭിച്ചത് ഭയപ്പെടേണ്ട എന്ന വാക്കുകളോടെയാണ്. യേശുക്രിസ്തു സംസാരിക്കുന്നത് ഭയപ്പെടേണ്ട എന്നാണ്. ഏതാണ്ട് 10 മൈൽ നീളവും 5 മൈൽ വീതിയുമുള്ള ഒരു ചെറിയ ദ്വീപാണ് ഈ പത്മോസ് ദ്വീപ്. മെഡിറ്ററേനിയൻ കടലിലുള്ള ഈ ചെറിയ ദ്വീപ്, അവിടെയാണ് റോമൻ സർക്കാരിൽ നിന്ന് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് തടവുപുള്ളികളെ നാടുകടത്തുന്നത്. കുറ്റവാളികളെ നാടുകടത്തുന്ന സ്ഥലമാണ് പത്മോസ്. അപ്പോസ്തലനായ യോഹന്നാൻ ഏറ്റവും ഭയാനകമായ പീഡകൾ അനുഭവിച്ച് തകർന്ന് വലഞ്ഞ് വിഷമിച്ച് പക്ഷേ മരിക്കാതെ ഇരുന്നപ്പോൾ എങ്ങനെയെങ്കിലും മരിക്കട്ടെ എന്നുള്ള വിചാരത്തോടെ ഡൊമീഷ്യൻ ചക്രവർത്തി അപ്പോസ്തലനായ യോഹന്നാനെ പത്മോസിലേക്ക് നാടുകടത്തി. അപ്പോസ്തലന് മരണത്തെക്കുറിച്ച് ഭയമില്ല. മരണത്തെക്കുറിച്ച് ഭയമില്ലാത്തതിന് കാരണം മരണത്തെ ജയിച്ച കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടിയാണ് ജീവിക്കുന്നതിനുള്ള ഉറപ്പുണ്ട്. ഇപ്പോൾ അപ്പോസ്തലനോട് ഭയപ്പെടേണ്ട എന്ന് പറയുന്നത് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു വലിയ കാഴ്ച കാണുകയാണ് അപ്പോസ്തലൻ. ഒരിക്കലും കണ്ടിട്ടില്ലാത്തൊരു കാഴ്ച. എന്താണത്? കർത്താവായ യേശുക്രിസ്തുവിനെ തേജോമയനായി കാണുകയാണ്. മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, ഒലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശമായി കാലുകളോടുകൂടിയവനായി, തലയിലെ രാജകിരീടം ചൂടുന്നവനായി, വലങ്കയിലെ പൊന്നക്ഷത്രം പഠിക്കുന്നവനായി, 7 പൊൻ നിലവിളക്കിൻ്റെ നടുവിൽ നടക്കുന്നവനായി. എന്തൊരു അത്ഭുതകരമായ കാഴ്ച! അപ്പോസ്തലൻ ഈ കാഴ്ച കണ്ടങ്ങ് അമ്പരന്ന് പോയി. അപ്പോസ്തലൻ കർത്താവിൻ്റെ കാൽക്കൽ അങ്ങ് വീണു. അവനെ കണ്ടിട്ട് അവൻ്റെ കാൽക്കൽ ഞാൻ വീണു എന്നാണ് വായിക്കുന്നത്. നമുക്കൊന്നുകൂടി വായിക്കാം. 17-ാം വാക്യം. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. മരിച്ചവനെ പോലെ എൻ്റെ കാൽക്കൽ വീണു. ബഹുമാനം, ഭക്തി, വിശ്വാസം, സ്നേഹം ഇതെല്ലാം കൂടി തിങ്ങിയ ഒരു പ്രത്യേക മനോഭാവത്തോട് കർത്താവിൻ്റെ കാൽക്കലേക്ക് അങ്ങ് വീണു. ഒരു സെക്കൻഡ് നിങ്ങൾ ചിന്തിക്കൂ, കർത്താവായ യേശുക്രിസ്തു ഇപ്പോൾ നമ്മുടെ മധ്യത്തിലേക്ക് വന്നാൽ നാം എന്തൊക്കെ ചെയ്യും? തേജോമയനായ ക്രിസ്തു നമ്മുടെ മധ്യത്തിലേക്ക് വന്നാൽ നാം കാൽക്കലങ്ങ് വീഴുകയില്ലേ? ആ പാദം ഒത്തുകയില്ലേ? ആ കാൽക്കൽ കെട്ടിപ്പിടിക്കുകയില്ലേ? കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിക്കുകയില്ലേ? യേശുവേ നീ എന്നെ തൊടണമേ എന്ന് പറയുകയില്ലേ? യേശുവേ നീ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറയുകയില്ലേ? കർത്താവേ എൻ്റെ ആകുലങ്ങളിൽ നിന്ന് മാറ്റി തരണമേ എന്ന് പറയുകയില്ലേ? എൻ്റെ യേശുവേ എൻ്റെ രോഗം നീ ഒന്ന് മാറ്റി തരണമേ എന്ന് പറയുകയില്ലേ? എൻ്റെ കർത്താവേ എൻ്റെ കുടുംബത്തിലെ ക്ലേശങ്ങൾ നീ ഒന്ന് ദൂരീകരിച്ച് തരണമേ എന്ന് പറയുകയില്ലേ? യേശുക്രിസ്തു വന്നാൽ നമ്മുടെ മുന്നിലൊന്ന് നിന്നാൽ നാം എന്തെല്ലാമായിരിക്കും പറയുക, എന്തെല്ലാമായിരിക്കും ചെയ്യുക? കർത്താവ് പോകുന്നതിന് മുമ്പ് ധൃതി പിടിച്ച് എന്തെല്ലാം കാര്യങ്ങൾ പറയും കർത്താവിനോട്? ഒന്ന് ഓർത്ത് നോക്കൂ, എന്തെല്ലാം പറയും? നാം ഏറ്റവും ആവശ്യമുള്ള കാര്യം ആദ്യം പറയും, ഏറ്റവും നിർബന്ധമായി ആവശ്യമുള്ള കാര്യം. സ്തോത്രം. യേശുക്രിസ്തു നമ്മുടെ മുന്നിലേക്ക് ഇപ്പോൾ വരികയാണെങ്കിൽ നാം പറയും, കർത്താവേ വലിയൊരു കടഭാരമുണ്ടല്ലോ, ഇതൊന്ന് മാറ്റി തരണമേ. അല്ല, യേശുക്രിസ്തു മുന്നിലേക്ക് വരുമ്പോൾ നാം പറയും, കർത്താവേ എൻ്റെ കർത്താവേ എൻ്റെ കുഞ്ഞിനെ ഒരു വിവാഹം നടക്കുന്നില്ലല്ലോ, വിവാഹാലോചന വരണമേ, വിവാഹം നടത്തരണമേ എന്ന് പറയും. കർത്താവേ ഒരു വീട് വയ്ക്കാൻ ഇതുവരെ കഴിഞ്ഞില്ലല്ലോ, സ്വന്തമായി വീട് വയ്ക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവേ ഒരു വരുമാനമാർഗ്ഗമില്ലല്ലോ, എനിക്കൊരു വരുമാനമാർഗ്ഗം തരണമേ, തൊഴിൽ തരണമേ എന്ന് പ്രാർത്ഥിക്കും. ഇല്ലേ? എന്നാൽ വേറെ ചിലർ പ്രാർത്ഥിക്കും,
കർത്താവേ, എനിക്ക് ഒരു തീരാശാപം പോലെ ഒരു കാരണവുമില്ലാതെ കോപം വരുന്നു, കോപം എന്നെ പിന്തുടരുന്നു, ഞാൻ അറിയാതെ പൊട്ടിത്തെറിച്ചു പോകുന്നു. കർത്താവേ, എൻ്റെ ഈ ശുണ്ഠി പിടിക്കുന്ന സ്വഭാവം ഒന്ന് മാറ്റിത്തരണമേ, എൻ്റെ കോപം മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കും. അല്ല, വേറൊരു സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആഗ്രഹം നമുക്ക് കർത്താവോട് പറയും, കർത്താവേ, നീ ഇപ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിലുള്ള അശുദ്ധ വികാരങ്ങളൊന്ന് മാറ്റി തരണമേ. വേണ്ട വേണ്ടെന്ന് വിചാരിച്ചിട്ടൊന്നും മാറുന്നില്ല, എൻ്റെ ഹൃദയത്തിലുള്ള അശുദ്ധ വികാരങ്ങളൊന്ന് മാറ്റി തരണമേ എന്ന് പ്രാർത്ഥിക്കും. എന്തൊക്കെയായിരിക്കും പറയുക? നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. യേശു ക്രിസ്തു അക്ഷരീയമായി നമ്മുടെ മുന്നിലേക്ക് ഇപ്പോൾ വരികയാണെന്ന് സങ്കല്പിക്കൂ. സത്യം, യേശു ക്രിസ്തു നമ്മുടെ ഇടയിലുണ്ട്. യേശു ക്രിസ്തു നമ്മുടെ ഇടയിലേക്ക് വരുന്നുണ്ട്. തേജോമയനായി ക്രിസ്തു നമ്മുടെ അരികത്തോട് നടക്കുന്നുണ്ട്. നാം നമ്മുടെ പുറമേയുള്ള കണ്ടുകൊണ്ട് കാണുന്നില്ലെന്നേ ഉള്ളൂ. ഇപ്പോൾ യേശു ക്രിസ്തു നമ്മുടെ അരികത്തേക്ക് വരികയാണെങ്കിൽ തീർച്ചയായും കാൽക്കൽ കെട്ടിപ്പിടിച്ചോട് പറയും, കർത്താവേ, എനിക്ക് ഒരു വിശുദ്ധനാകണമേ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കർത്താവേ, എൻ്റെ ആളത്തെ മുഴുവൻ ഒന്ന് രൂപാന്തരപ്പെടുത്തി തരണമേ. എൻ്റെ സ്വഭാവം നീ ഒന്ന് മാറ്റിത്തരണമേ. ഇന്ന് ഞാൻ പടപൊരുതിയിട്ടും ജയിക്കാനാകാത്ത ചില ദുസ്വഭാവങ്ങൾ എൻ്റെ അകത്തുണ്ട്. എൻ്റെ ഒരു സ്വയമുണ്ട്, ഒരു അഹങ്കാരമുണ്ട്, ഒരു സ്വയം മഹത്വമുണ്ട്, സ്വയം പ്രശംസയുണ്ട്. യേശുവേ, എൻ്റെ ഒരു സ്വാർത്ഥതയുണ്ട്, ദിവ്യാഗ്രഹമുണ്ട്. ഈ തിന്മകളെല്ലാം എന്നെ ദൂരീകരിച്ച് എൻ്റെ പുതിയ മനുഷ്യനാക്കി തീർക്കണമേ എന്നാൽ പറഞ്ഞു പോകും. നിങ്ങൾക്ക് ഇപ്പോൾ പറയാവുന്നതാണ്. നിങ്ങൾ എവിടെയെല്ലാം ഇരുന്നുകൊണ്ട് വാക്കുകൾ കേൾക്കുന്നുവോ അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് കർത്താവോട് പറയാം, കർത്താവേ, എന്നെ നീ ഒരു വിശുദ്ധനാക്കി തീർക്കണമേ. എൻ്റെ ദുസ്വഭാവങ്ങൾ മാറ്റിത്തരണമേ, ദുശ്ശീലങ്ങൾ മാറ്റിത്തരണമേ. വേണ്ടാത്തതായ കാര്യങ്ങൾ എല്ലാം എന്നിൽ നിന്ന് നീ പറിച്ചു മാറ്റിത്തരണമേ. നീ എൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കണമേ. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിനെ കണ്ടപ്പോൾ ഞാൻ മരിച്ചവനെ പോലെ എൻ്റെ കാൽക്കൽ വീണു. അപ്പോസ്തലൻ യേശുവിനെ കണ്ടപ്പോൾ കാൽക്കൽ വീണു. പ്രിയപ്പെട്ടവരെ, നാം അക്ഷരീയമായി യേശുവിനെ നമ്മുടെ മുന്നിൽ നാം കാണുന്നില്ല, നമ്മുടെ ഈ പുറമേയുള്ള കണ്ണുകൊണ്ട് കാണുന്നില്ല. പക്ഷേ സത്യം, യേശു നമ്മുടെ ഇടയിലുണ്ട്. യേശു നമ്മെ സ്നേഹിക്കുന്നുണ്ട്. യേശു നമ്മുടെ ഇടയിലൂടെ നടക്കുന്നുണ്ട്. യേശുവിൻ്റെ തൃക്കരം നമ്മെ തൊട്ടുരുമി പോകുന്നുണ്ട്. യേശുവിൻ്റെ തിരുവസ്ത്രത്തിൻ്റെ ആ പൊന്നു തൊങ്ങൽ നമ്മുടെ മേൽ തൊട്ട് നമുക്ക് സൗഖ്യം തന്നുകൊണ്ട് കർത്താവ് നീങ്ങുന്നുണ്ട്. സ്തോത്രം. യേശു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്നും യേശു ജീവിക്കുന്നുണ്ട്. യേശു ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. യേശു ഇന്ന് സംസാരിക്കുന്നുണ്ട്. യേശു നമ്മെ തൊടുന്നുണ്ട്. യേശു നമ്മുടെ തലമേൽ കരം വയ്ക്കുന്നുണ്ട്. യേശുവിൻ്റെ വലങ്കരം നമ്മുടെ മേൽ വയ്ക്കുന്നുണ്ട്. യേശു നമ്മുടെ വലങ്കരത്തിൽ പിടിക്കുന്നുണ്ട്. യേശു നമ്മെ താണ അവസ്ഥയിൽ നിന്ന്, എളിയ അവസ്ഥയിൽ നിന്ന്, നമ്മുടെ വീണ് കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് കർത്താവ് ഉദ്ധരിക്കുന്നുണ്ട്, എഴുന്നേൽപ്പിക്കുന്നുണ്ട്. കർത്താവ് നമുക്ക് ധൈര്യം പകരുന്നുണ്ട്. കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് സമാധാനം പകരുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ നിത്യശാന്തി കർത്താവ് അരുളുന്നുണ്ട്. അത്ഭുതങ്ങളുടെ ദൈവം ജീവിക്കുന്നു. സ്തോത്രം. ഭയപ്പെടേണ്ട. അപ്പോസ്തലനായ യോഹന്നാൻ കേട്ടു, ഭയപ്പെടേണ്ട. ദൈവത്തിന് സ്തോത്രം. ഹൃദയത്തെ സ്പർശിക്കുന്ന വാക്ക് കേട്ട് അപ്പോസ്തലൻ അങ്ങ് മനം മയങ്ങി ഇരിക്കുമ്പോൾ വീണ് കിടക്കുമ്പോൾ പറയുകയാണ്, അവൻ വലം കൈ എൻ്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. സ്തോത്രം. എത്ര കാലം കഴിഞ്ഞാലും നീ ഭയപ്പെടേണ്ട, കാരണം എത്ര കാലം കഴിഞ്ഞാലും ഞാൻ പോവുകയില്ല. മനുഷ്യൻ പോകും, മനുഷ്യരെല്ലാം മാറും, മനുഷ്യരെല്ലാം ബന്ധുമിത്രാദികൾ മാറും, സഹോദരങ്ങൾ മാറും, സ്നേഹിതന്മാർ മാറും, കൂട്ടാളികൾ മാറും, പങ്കാളികൾ മാറും. പക്ഷേ ഞാൻ മാറുകയില്ല. ഞാൻ ആദ്യനാണ്, ഞാൻ അന്ത്യനുമാണ്. അന്ത്യം വരെ ഞാനുണ്ട്. മോനെ, നിൻ്റെ ആയുഷ്കാലം ഒരു ചുരുങ്ങിയ വർഷങ്ങൾ മാത്രം. ഞാനോ കാലാതീതനാണ്, കാലങ്ങൾക്ക് അതീതനാണ്. കാലാതിവർത്തിയായ ഒരു നിത്യ ജീവിതമാണ് എനിക്കുള്ളത്. ഞാൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തു, ജീവിക്കുന്ന ക്രിസ്തു. ഞാൻ ആദ്യനും അന്ത്യനും, ഞാൻ എന്നേക്കും ജീവിക്കുന്നവനുമാകുന്നു. ഞാൻ ജീവനുള്ളവനുമാകുന്നു. ജീവനുള്ള ക്രിസ്തു. അപ്പോസ്തലനായ യോഹന്നാൻ ഓർമ്മയുണ്ട്, വർഷങ്ങൾക്ക് മുൻപ് കർത്താവ് ക്രൂശിൽ കിടന്ന് പിടയുന്നത്. അപ്പോഴെല്ലാം യോഹന്നാൻ ശ്ലീഹ താഴെയുണ്ട്, കുരിശിൻ്റെ ചുവട്ടിലുണ്ട്. കർത്താവിൻ്റെ വിശുദ്ധ മാതാവുണ്ട്, മറ്റേതാനും സ്ത്രീജനങ്ങളുണ്ട്. അപ്പോസ്തലന്മാർ മറ്റേ ശിഷ്യന്മാരെല്ലാം വിട്ട് ഓടിപ്പോയി. പക്ഷേ യോഹന്നാൻ ശ്ലീഹ പോയില്ല, കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നുണ്ട്. കർത്താവ് തല ചായ്ക്കുന്നത് കണ്ടു. ആ 7 തിരുവഴികളുടെ അവസാനത്തെ തിരുവഴിയായി പിതാവേ, എൻ്റെ ആത്മാവിനെ നിങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു പറഞ്ഞുകൊണ്ട് കർത്താവ് ക്രൂശിൽ തല ചായ്ക്കുന്നത് യോഹന്നാൻ ശ്ലീഹ കണ്ടു. മരിച്ചു. യോഹന്നാൻ ശ്ലീഹ പുറകെ പോകുന്നുണ്ട്. അരിമത്യക്കാരൻ യോസേപ്പ് നീക്കോദീമോസും കൊണ്ട് കർത്താവിൻ്റെ തിരുശരീരം അടക്കം ചെയ്യാൻ പോകുമ്പോൾ യോഹന്നാൻ ശ്ലീഹ പുറകെ പോകുന്നുണ്ട്. അതും കണ്ടതാണ്. പാവം മഗ്ദലന മറിയാവും കർത്താവിൻ്റെ മാതാവും
എല്ലാവരും ആ സമയത്ത് കുരിശിൻ ചുവട്ടിലുണ്ടായിരുന്നു. പലരും പിൻവാങ്ങിപ്പോയി. അവസാനം യോഹന്നാൻ സ്ലീഹായി മാറിപ്പോയി. പക്ഷേ ആ മഗ്ദലന മറിയം മാത്രം മാറാതെ ആ കല്ലറ വരെ അനുഗമിക്കുന്നതെല്ലാം യോഹന്നാൻ സ്ലീഹയ്ക്ക് ഓർമ്മയുണ്ട്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് മരിച്ചു അടക്കപ്പെട്ടു. പക്ഷേ യോഹന്നാൻ സ്ലീഹയ്ക്ക് പിന്നെയും ഓർമ്മയുണ്ട് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്ന് അനുഭവം തെളിയിച്ചത്. കർത്താവ് തങ്ങൾക്ക് പ്രത്യക്ഷനായത് യോഹന്നാൻ സ്ലീഹയ്ക്ക് ഓർമ്മയുണ്ട്. കർത്താവ് ഉയർത്തെഴുന്നേറ്റ ദിവസം കർത്താവ് വന്ന് പറയുന്നു, എന്താണ്? ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്ന് എൻ്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും പറയുക എന്ന് മഗ്ദലന മറിയാനെ ഫലമേൽപ്പിച്ചത്. മഗ്ദലന മറിയ അതേപടി ഒന്ന് പറഞ്ഞതെല്ലാം അപ്പോസ്തലനായ യോഹന്നാൻ ഓർമ്മയുണ്ട്. അതിൽ ഓർമ്മയിലേക്ക് വരുമ്പോൾ ഹൃദയത്തിൽ വലിയ ഉത്സാഹം വർദ്ധിക്കുന്നുണ്ട്. കാരണം ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്ന് എൻ്റെ ശിഷ്യന്മാരോട് പറയുമെന്ന് പറഞ്ഞിട്ട് നിർത്താതെ പത്രോസിനോട് പറയുമെന്നാണ് പറഞ്ഞത്. യോഹന്നാനിലേക്ക് അറിയാം പത്രോസ് നിരാശനായിരിക്കുകയാണ്, പത്രോസ് തളർന്നിരിക്കുകയാണ്. ഞാൻ എൻ്റെ കർത്താവിനെ തള്ളിപ്പറഞ്ഞു പോയല്ലോ എന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇനി കരയേറ്റമില്ലല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്കിനി ഗതിയില്ലല്ലോ എന്നോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 3.5 കൊല്ലം കർത്താവിൻ്റെ പിന്നാലെ നടന്നിട്ട് ഇപ്പോൾ കാര്യമെല്ലാം പാഴായിപ്പോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ ആ ശബ്ദം പത്രോസിനോട് പറയുക എന്നുള്ള, തളർന്നിരിക്കുന്നവനോട് പറയുക എന്നുള്ള, നിരാശപ്പെട്ട് ഉരുകി കരഞ്ഞു നിന്നോട് പറയുക എന്നുള്ള വാക്ക് യോഹന്നാൻ സ്ലീഹയുടെ ഹൃദയത്തിൽ അന്ന് വലിയൊരു ശക്തിയും വലിയ ധൈര്യവും പകർന്നതാണ്. സ്തോത്രം. ഇതെല്ലാം ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കെല്ലാം ഓർമ്മയിൽ വരും. ഓരോ കാര്യങ്ങൾ ഓർത്തോർത്തിരിക്കുകയല്ലേ, ചിന്തിച്ചങ്ങ് ഇരിക്കുകയല്ലേ. ഓർമ്മകൾ വരുമ്പോൾ ചിലപ്പോൾ പൊട്ടിക്കരയും, ചിലപ്പോൾ കണ്ണുനീരൊഴുക്കും, ചിലപ്പോൾ കർത്താവിൻ്റെ വാതിൽ കെട്ടിപ്പിടിക്കുന്നത് പോലെ താഴെ വീണ് കിടന്ന് പ്രാർത്ഥിക്കും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ കർത്താവിൽ ആനന്ദിച്ച് ലയിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ അത്ഭുതകരമായ കാഴ്ച കണ്ടത്. തേജോമയനായ ക്രിസ്തുവിൻ്റെ മുമ്പിൽ വെളിപ്പെട്ടിരിക്കും, ഞാൻ ജീവനുള്ളവനാകുന്നു, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാൻ ആദിയും അന്തവും ഇല്ലാത്തവനാകുന്നു, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാൻ ആദിയും അന്തവും ഇല്ലാത്തവനാകുന്നു. മോനെ, നീ കാണുന്നതെല്ലാം അന്തമുള്ളതാണ്. ഇന്നീ കാണുന്ന പ്രകൃതിയുള്ളതെല്ലാം അന്തമുള്ളതാണ്. എല്ലാം പോകും. മനുഷ്യർ മാറും, മനുഷ്യരുടെ സമ്പത്ത് മാറും, മനുഷ്യരുടെ ആരോഗ്യം മാറും, മനുഷ്യരുടെ സ്നേഹം മാറും, മനുഷ്യരുടെ കരുതൽ മാറും, മനുഷ്യരുടെ സഹായം മാറും, മനുഷ്യരുടെ ഉപകാരങ്ങൾ മാറും, മനുഷ്യരുടെ ഉപദ്രവങ്ങൾ മാറും, എല്ലാം മാറും. സുഖം മാറും, ദുഃഖം മാറും, എല്ലാം മാറും. മാറ്റമുള്ളതാണ് ഈ ലോകം. പക്ഷെ മാറ്റമില്ലാത്തതിനായി ഞാൻ ജീവിക്കുന്നു. സ്തോത്രം. മാറ്റമില്ലാത്തതിനായി ഞാൻ ജീവിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് പിന്നീട് പറഞ്ഞു, എബ്രായലേഖനം 13-ാം അധ്യായത്തിൽ 8-ാം വാക്യത്തിൽ പറഞ്ഞു, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു, മാറ്റമില്ലാത്തനാകുന്നു. ജീസസ് ക്രൈസ്റ്റ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ. ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവനാകുന്നു. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതാണ്. ഇപ്പോൾ അത് യോഹന്നാൻ സ്ലീഹ കർത്താവ് പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ ആദ്യനാണ്, ഞാൻ അന്ത്യനാണ്, ഞാൻ ആദിവന്തം ഇല്ലാത്തവനാണ്, ഞാൻ ജീവനുള്ളവനാണ്. വായിക്കൂ, 17-ാം വാക്യം ഒന്നുകൂടെ വായിക്കൂ. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. സ്തോത്രം. ആദ്യനുമാണ്, അന്ത്യനുമാണ്. ഞാൻ തുടങ്ങുന്നവനാണ്, ഞാൻ പൂർത്തീകരിക്കുന്നവനാണ്, ഞാൻ ആരംഭിക്കുന്നവനാണ്, ഞാൻ അവസാനിപ്പിക്കുന്നവനാണ്. സ്തോത്രം. ആദിയും അന്തവുമാകുന്നു, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു. ദൈവത്തിന് സ്തോത്രം. ആദ്യന്തവിഹീനൻ എന്ന് പറയും. ആദ്യന്തവിഹീനൻ, ആദ്യാന്തമില്ലാത്തവൻ. യോഹന്നാൻ സ്ലീഹ ഈ വാക്ക് കേട്ടു, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ജീവനുള്ളവനാകുന്നു. ജീവനുള്ളവൻ, അതൊരു വലിയ ഒരു വെളിപ്പാടാണ്. ജീവനുള്ളവൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കത് അനുഭവിക്കാം. ആത്മീയ ജീവിതത്തിൽ യേശുക്രിസ്തു ജീവിക്കുന്നുള്ളതായ വസ്തുത. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ക്രിസ്തു അടുത്ത് വരുന്നുള്ളതായ ഒരനുഭവം. നിങ്ങൾ കരയുമ്പോൾ ക്രിസ്തു നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുന്നതായ അനുഭവം. നിങ്ങൾ ഏങ്ങലടിക്കുമ്പോൾ ക്രിസ്തു നിങ്ങൾ പുറം തലോടി തരുന്നതായ അനുഭവം നിങ്ങൾക്ക് പ്രാപിക്കാം. അതിന് നിങ്ങൾ മറ്റൊരു പ്രവർത്തന പദ്ധതിയിലേക്ക് പോകേണ്ട, നിങ്ങളതിനു വേണ്ടി മലകൾ ചവിട്ടേണ്ട, കുന്നുകൾ കയറേണ്ട, നിങ്ങൾ അതിനുവേണ്ടി തീർത്ഥാടനം നടത്തേണ്ട, അതിനുവേണ്ടി പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കേണ്ട. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഇരുന്നു കൊണ്ട് നിങ്ങളെ തലോടുന്ന ക്രിസ്തുവിനെ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ജീവനുള്ള ക്രിസ്തു.
ഒരിക്കൽ മരിച്ചവനായിരുന്നു, മരിച്ചു. പക്ഷേ അവിടെ കൊണ്ട് തീർന്നില്ല. പാതാളത്തിൻ്റെ ഗഹ്വരങ്ങൾക്ക് അവനെ അടക്കി നിർത്താൻ കഴിഞ്ഞില്ല. പാതാളത്തിൻ്റെ ഓടാമ്പലുകൾക്ക് അവന് തടുത്തു നിർത്താൻ കഴിഞ്ഞില്ല. പാതാളത്തിൻ്റെ ഓടാമ്പലുകൾ ഖണ്ഡിച്ചുകൊണ്ട് അവൻ പുറത്തു വന്നു. അവൻ ജീവിക്കുന്നു, ഇന്നും ജീവിക്കുന്നു. സ്നേഹിതരെ, നിങ്ങൾ വിശ്വസിക്കൂ, ഇപ്പോൾ നിങ്ങളുടെ അരികത്തോടെ ക്രിസ്തു സഞ്ചരിക്കുന്നുണ്ട്, ക്രിസ്തു നടക്കുന്നുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണെങ്കിൽ നിങ്ങൾക്ക് എന്തെല്ലാം ക്രിസ്തുവോട് പറയാനുണ്ട് പറഞ്ഞുകൊള്ളണം. നിങ്ങളുടെ അരികത്തെ ക്രിസ്തു വരുന്ന സമയമാണിത്. കാരണം നിങ്ങൾ കാതുകളിൽ വചനം വന്ന് പതിക്കുന്നു, അത് കാതുകളിൽ വചനം പതിക്കുന്നു, വചനം കാതുകളിൽ പതിച്ചിട്ട് ഹൃദയത്തിലേക്ക് കടക്കുന്നു, നിങ്ങളുടെ മനസ്സിലേക്ക് കടക്കുന്നു, നിങ്ങളുടെ ആളത്തിലേക്ക് പ്രവേശിക്കുന്നു വചനം. അതുകൊണ്ട് ക്രിസ്തു നിങ്ങളുടെ അരികത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് കർത്താവേ എന്നോട് മനസ്സിലെയ്യണമേ എന്ന് പ്രാർത്ഥിക്കണം, എന്നെ തൊടണമേ എന്ന് പ്രാർത്ഥിക്കണം, എൻ്റെ ആകുലങ്ങൾ മാറ്റി തരണമേ എന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ കർത്താവേ എൻ്റെ ആവശ്യങ്ങൾക്ക് ഒരു പൊറുതി തരണമേ എന്ന് പ്രാർത്ഥിക്കണം, എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കണം. നാളുകളായി ഞാൻ കരയുന്ന വിഷയമുണ്ടല്ലോ കർത്താവേ, അതിൻ്റെ പരിഹാരം തരണമേ എന്ന് പ്രാർത്ഥിക്കണം. നാളുകളായി ഞാൻ വലയുന്ന ചില വിഷയങ്ങളുണ്ടല്ലോ കർത്താവേ, അതിൻ്റെ പരിഹാരം തരണമേ എന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ കർത്താവേ എനിക്ക് അന്തമില്ലേ, ഈ ദുരിതങ്ങൾക്കൊരു അവസാനമില്ലേ, ഒരു അറുതിയില്ലേ എന്ന് നിങ്ങൾ ചോദിക്കണം. ദൈവത്തിന് സ്തോത്രം. പണ്ട് ദാവീദ് ചോദിച്ചു, നീ കരുണ കാണിപ്പാൻ മറന്നുപോയോ? ദാവീദിൻ്റെ ഹൃദയത്തിൽ ദൈവത്തിന് അത്ര സ്നേഹമുണ്ട്. എൻ്റെ കാര്യം നീ മറന്നുപോയോ കർത്താവേ എന്നാണ് ചോദിക്കുന്നത്. ഈ പാവപ്പെട്ടൻ്റെ കാര്യം നീ മറന്നുപോയോ? ഒരു കാലത്ത് നീ എന്നെ ഓർത്തെനിക്കറിയാം, പക്ഷേ ഇപ്പോൾ നീ എന്നെ മറന്നുപോലിരിക്കുന്നു, എനിക്ക് സാന്നിധ്യം കിട്ടുന്നില്ല. നീ കരുണ കാണിപ്പാൻ മടിക്കുന്നുവോ? നീ കരുണ കാണിപ്പാൻ മറന്നുപോയോ? കർത്താവേ ഒരു കാലത്ത് അതിൻ്റെ സാന്നിധ്യം എനിക്ക് കിട്ടിയിരുന്നു, ഇന്ന് അതിൻ്റെ സാന്നിധ്യം എനിക്ക് കിട്ടുന്നില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ. ആദാമേ നീ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് ഏദൻ തോട്ടത്തിലൂടെ നടന്നവനാണ് നിങ്ങളുടെ അരികത്തോട് നടക്കുന്നത്. അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചുകൊണ്ട് അബ്രഹാം പിതാവിൻ്റെ കൂടാരവാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടവനാണ് നമ്മുടെ അരികിലേക്ക് വന്നിരിക്കുന്നത്. സ്തോത്രം. ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കാൻ അബ്രഹാം മുറിയ മലയുടെ കുന്നിൻ മുകളിൽ കയറിയപ്പോൾ, ആ ബലിപീഠത്തിൽ ഇസ്ഹാക്കിനെ കെട്ടിയപ്പോൾ, അബ്രഹാമേ അബ്രഹാമേ ബാലിന്മേൽ കൈവയ്ക്കരുത് എന്ന് അന്ന് പറഞ്ഞ അതേ നിത്യനായ ദൈവമാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. യേശുക്രിസ്തു ജീവിക്കുന്നു. യാക്കോബിന് ധൈര്യം കൊടുത്ത് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് പോരും, നീ പാർക്കും ദേശം ഞാൻ നിനക്ക് തരും, നിനക്ക് നിൻ്റെ സന്തതിക്ക് അവകാശമായി തരുമെന്ന് പറഞ്ഞ് വാഗ്ദത്തങ്ങൾ നൽകി യാക്കോബിനെ പ്രോത്സാഹിപ്പിച്ച് അതേ നിത്യനായ ദൈവമാണ് ഇന്ന് നിങ്ങളുടെ അരികിലേക്ക് വന്നിരിക്കുന്നത്. ഇനി നിൻ്റെ പേര് യാക്കോബ് എന്നല്ല, നിൻ്റെ പേര് ഇസ്രായേൽ എന്നാകുമെന്ന് പറഞ്ഞ് യാക്കോബിന് പുതിയ പേര് കൊടുത്ത് ദൈവത്തിൻ്റെ പ്രഭുവാക്കി, ദൈവത്തിൻ്റെ പ്രിൻസാക്കി മാറ്റിയ, യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ രാജകുമാരനാക്കി മാറ്റിയ അതേ ജീവനുള്ള ദൈവമാണ് നിങ്ങളുടെ അരികത്തേക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കൂ സഹോദരങ്ങളെ. അപ്പോഴാണ് നിങ്ങളുടെ ഹൃദയം ത്രസിക്കുന്നത്, നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നത്. ആരാണ് എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നത്? ഞാനൊരാളിരുന്ന് കർത്താവേ ഈ ഉള്ളവനോട് കരിയണമേ എന്ന് പറയുമ്പോൾ ആരാണ് എൻ്റെ അടുക്കിലേക്ക് വരുന്നത്? യേശുവേ ഈ പാവപ്പെട്ടവനോട് കരിയണമേ, നാഥ ഈ സാധുവായ മനുഷ്യനോട് കനിയണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അരികത്തേക്ക് വന്ന് നിങ്ങൾ തലോടുവാൻ കരം നീട്ടുന്ന ക്രിസ്തു, ആ ക്രിസ്തു ആരാണ്? നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവർത്തിച്ചവൻ ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ശമൂവേലേ ശമൂവേലേ എന്ന് വിളിച്ചുകൊണ്ട് ആ ബാലന് പ്രത്യക്ഷപ്പെട്ട അതേ നിത്യനായ ദൈവമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഈ വചനമായി പ്രത്യക്ഷപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ചിന്തിച്ചാൽ അറുതിയില്ലല്ലോ എത്ര കാര്യങ്ങൾ. യൗസേപ്പിനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിച്ച് മിസ്രയീം കൊട്ടാരത്തിലെ ഏറ്റവും പ്രധാന ഉദ്യോഗസ്ഥനാക്കി മാറ്റി അതേ നിത്യനായ ദൈവമാണ് നിങ്ങളെ ഉദ്ധരിക്കാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്നത്, നിങ്ങളെ താഴ്ചയിൽ നിന്ന് ഉയർത്താൻ വേണ്ടി കടന്നു വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് സുശോഭനമായി ഭാവി തരാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്നത്, സന്തോഷകരമായ നല്ല കാലം നിങ്ങൾക്ക് തരാനായിട്ട് കടന്നു വന്നിരിക്കുന്നത്. ജീവനുള്ള ദൈവം, മാറ്റമില്ലാത്തതായ ദൈവം. ഈ നല്ലവനായ ദൈവത്തെ നിങ്ങൾ കാണണം, ദൈവത്തെ നിങ്ങൾ അറിയണം. സ്തോത്രം. ഭയപ്പെടേണ്ട. ക്രൂസിൽ മുൾമുടിയേറ്റ്, കവിളത്ത് അടിയേറ്റ്, മുഖത്ത് തുപ്പലേറ്റ്, പുറം മുഴുവൽ പോലെ കീറി, വിലാവിൽ കുന്തം കൊണ്ട് മുറിവേറ്റ് രക്തവും വെള്ളം ഒഴുകി, കാലും കൈയും ആണിയടിച്ച് തകർന്നു കിടക്കുന്ന അതേ ക്രിസ്തുവിനെ ഇപ്പോൾ യോഹന്നസ്ലേഹ കാണുന്നത് ഒരു പുതിയ തേജസ്സിലാണ്, പുതിയ അനുഭവത്തിലാണ്, തേജോമയമായ അനുഭവം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ അനുഭവം പ്രാപിക്കാം. നിങ്ങൾക്ക് പറയാം, കർത്താവേ എനിക്ക് മറ്റൊന്നും പശ്ചാത്തലമില്ല. യോഹന്നസ്ലേഹയ്ക്ക് പശ്ചാത്തലം ഉണ്ടായിരുന്നു. അവിടുത്തെ കൂടെ 3.5 വർഷം നടന്നു, അത്ഭുതങ്ങൾ കണ്ടു, വിട്ടുപോകാതെ പുറകെ നിന്നു, ഒരിക്കലും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. കർത്താവേ എനിക്ക് അങ്ങനെയൊന്നുമുള്ള അനുഭവങ്ങളൊന്നും പറയാനില്ല, യാതൊന്നും തിരുവൻപാകെ എനിക്ക് പ്രശംസിക്കാനില്ല, അഭിമാനിക്കാനില്ല, എനിക്കൊരു പാരമ്പര്യമില്ല,
കർത്താവേ, എനിക്കെന്നാൽ ഒന്നറിയാം, നീ എന്നെ സ്നേഹിക്കുന്നു എന്നെനിക്കറിയാം. നീ എന്നെ സ്നേഹിക്കുന്നെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇതാ ഞാൻ താഴുന്നു, ഞാൻ വീഴുന്നു, തിരുമുമ്പാകെ ഞാൻ വീഴുന്നു. എന്നോട് മനസ്സിലിക്കണമേ നാഥാ, നീ എന്നെ തൊടണമേ. എൻ്റെ യേശുവേ, നീ എന്നെ സ്പർശിക്കണമേ. നിൻ്റെ അത്രക്കര തലമേൽ വെക്കണമേ. നിൻ്റെ ആ വലം കൈ എന്നെ പിടിക്കണമേ കർത്താവേ. നിൻ്റെ ആ ഉള്ളം കൈയിലേക്ക് എന്നെ ചേർത്തണച്ച് കർത്താവേ, നീ എൻ്റെ ഭാവി രൂപപ്പെടുത്തണമേ. നാഥാ, ഞാൻ അനാഥനല്ല എന്നുള്ള ഉറപ്പെനിക്ക് തരണമേ. ഭൂമിയിൽ ഞാൻ അപ്പനില്ലാത്തവനാണ്, ഭൂമിയിൽ ഞാൻ അമ്മയില്ലാത്തവനാണ്. എൻ്റെ കർത്താവേ, ഭൂമിയിൽ എനിക്ക് ആരുമില്ല, എനിക്ക് സ്വന്തം സഹോദരങ്ങളില്ലാത്തവനാണ്. എൻ്റെ കർത്താവേ, ഞാൻ ആരോരും ഇല്ലാത്തവളാണ്. ദൈവമേ, ഭർത്താവ് എന്നെ വിട്ടുപോയി, ഭർത്താവ് നേരത്തെ അക്കരയ്ക്ക് പറന്നുപോയി. യേശുവേ, ഞാൻ വിധവയായ സ്ത്രീയാണ്. എന്നാൽ കർത്താവേ, നീ എന്നെ അറിയുന്നു, എന്നെ സ്നേഹിക്കുന്നു, ജീവിക്കുന്നവനാണ്, ജീവനുള്ള ദൈവമേ. ഇന്ന് ഞാനിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിൻ്റെ ആ വലങ്കരൻ്റെ മേൽ വയ്ക്കണമേ. എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ. നിൻ്റെ സന്നിധിയിലേക്ക് ഒരിക്കൽ പറന്നു വരുവാൻ തക്കവണ്ണം, നിൻ്റെ രണ്ടാമത്തെ വരയിൽ നിൻ്റെ സന്നിധിയിലേക്ക് പറന്നു വരുവാൻ തക്കവണ്ണം നീ ഒരുക്കണമേ, എനിക്ക് രൂപാന്തരം തരണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ, ഹൃദയം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. യേശുകൊണ്ട് വാക്ക് പറയൂ. യേശുവേ, ഈ നിമിഷം മുതൽ കർത്താവേ, ഞാൻ നിൻ്റെ സ്വന്തമായി ഞാൻ ജീവിക്കും. നിൻ്റെ മാത്രം വകയായി ഞാൻ ജീവിക്കും. നിൻ്റെ സ്വന്തമായി ഞാൻ ജീവിക്കും. നിങ്ങൾക്ക് തീരുമാനിക്കാം, നിങ്ങൾക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ജീവനുള്ള ദൈവമേ, ഞങ്ങൾ സ്നേഹിക്കും നിങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, നാഥാവചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. തൃക്കര ഞങ്ങളുടെ മേൽ വയ്ക്കണമേ. എക്കാലത്തും നല്ല ആശ്രയിക്കുന്നവരെ സഹായിച്ചിട്ടുള്ളതിനായ ദൈവമേ, ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആശങ്കകൾ മാറ്റണമേ, ഞങ്ങളുടെ ഭയപ്പാടുകൾ മാറ്റണമേ, ഞങ്ങളുടെ ഹൃദയത്തിലെ ദുഃഖങ്ങൾ മാറ്റിത്തരണമേ. എല്ലാ നന്മകളാൽ ഞങ്ങൾ നിറയ്ക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ, ആമീൻ.